ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കുമ്പളങ്ങ ഉപയോഗിച്ചൊരു കറി ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മൾ കുമ്പളങ്ങ തേങ്ങ അരച്ച കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഇത് കുമ്പളങ്ങ വറുത്തരച്ച കറിയാണ്. വറുത്തരച്ച കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീയലല്ല, പക്ഷേ കുറച്ച് പുളിയൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് ഒരു വ്യത്യസ്തമായ കുമ്പളങ്ങക്കറി. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുമ്പളങ്ങക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുമ്പളങ്ങക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കിലോ കുമ്പളങ്ങ കട്ട് ചെയ്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അതിൽ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് എടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ആയാലും മതി. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 പീസ് പട്ട, 4-5 ഗ്രാമ്പു, ഒരു തക്കോലത്തിൻ്റെ പകുതി. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ഇത് നമുക്ക് വറക്കാനുള്ള കാര്യങ്ങളാണ്, ഈ തേങ്ങയും ഈ ഒരു മസാലയൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങയും ഈ മസാലയും വറുത്തെടുക്കാം. അതിനുശേഷം കുമ്പളങ്ങയും ബാക്കി കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ തേങ്ങ വറുക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ തേങ്ങ വറുത്ത് തുടങ്ങാൻ. അപ്പോൾ നമുക്ക് ആദ്യം വാളൻപുളി വെള്ളത്തിലിട്ട് വയ്ക്കാം, അതിനുശേഷം തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ മല്ലി, ഗ്രാമ്പൂ, പട്ട, തക്കോലം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അത് ഇപ്പോഴല്ലാതെ ചേർക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ കളർ നന്നായിട്ട് മാറി വരുന്നത് വരെ വറുത്തെടുക്കാം. നല്ല ബ്രൗൺ ഷെയ്ഡായി വരണം തേങ്ങയുടെ കളറ്. ഇതിലേക്ക് വേറെ ഇപ്പോൾ ഒന്നും ചേർക്കാനില്ല. പിന്നെ നിങ്ങൾക്ക് മുഴുവൻ മുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 4 വറ്റൽമുളക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കായിട്ടൊരു 4 വറ്റൽമുളകും കൂടി ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ 4 വറ്റൽമുളക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി തേങ്ങ കളർ മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ജീരകം ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ നിങ്ങൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-1.25 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിനി ചേർക്കാൻ പോകുന്നത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ നമ്മുടെ കറിക്കൊരു കളറ് കിട്ടാനായിട്ട് ഞാനൊരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. എരിവിനായിട്ട് 1/4 ടീസ്പൂൺ മാത്രം നമ്മുടെ സാധാരണ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും മതി, ഒരുപാട് എരിവ് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്തത്. അപ്പോൾ ഇനി പൊടികളൊന്ന് കുക്കാവുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. പൊടികൾ കുക്കാവാനുള്ള എണ്ണ നമ്മുടെ ചട്ടിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ പൊടികൾ കുക്കായതിന് ശേഷം ഈ ചട്ടി മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുമ്പളങ്ങ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ പൊടികൾ കുക്കായി കഴിയുമ്പോൾ ഞാൻ മാറ്റി വയ്ക്കും. ഇപ്പോൾ തന്നെ അരയ്ക്കരുത്, ചൂടോടുകൂടി അരയ്ക്കരുത്. ചൂട് മാറിക്കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർത്ത്, ഒരുപാട് വെള്ളം ചേർത്തല്ല, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഈ ഒരു കറിയിലേക്ക് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ചൂടുവെള്ളം മാത്രം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ എന്തായാലും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് പൊടികൾ കുക്കായിക്കോളും. ഇനി നമുക്കിത് അരച്ചൊക്കെ മാറ്റി വയ്ക്കാം. ആദ്യം കുമ്പളങ്ങ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് വേറൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, നമ്മുടെ സവാള വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ മതി. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് നമുക്കൊരു 10-12 ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയും പൊട്ടി കഴിയുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും
അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ സവോളയൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോള കണ്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആദ്യം പുളിവെള്ളം ചേർക്കാം. നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ പുളിവെള്ളം ചേർക്കുന്നത്. ഇനി ഈ പുളിവെള്ളത്തിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്തരച്ചതിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് മുഴുവനും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ വറുത്തരച്ചതിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണ്ട. ഇനി ഈ ഒരു ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് തിളച്ച് വരട്ടെ. ഈ പുളിവെള്ളത്തിൽ ഉപ്പും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പുളി ഉപ്പൊക്കെ ഒന്ന് കുമ്പളങ്ങയിലേക്ക് പിടിച്ചു വരട്ടെ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. കുമ്പളങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, പച്ചവെള്ളം ചേർക്കരുത്. ആദ്യം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ ചൂടുവെള്ളം ചേർക്കുക. ഈ ഒരു അരപ്പിൻ്റെ ഗ്രേവിയിൽ കിടന്നിട്ടാണ് നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇനി കുക്കാവേണ്ടത്. അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അരപ്പിൻ്റെ കൂടെ. പക്ഷേ ഇത് പോരാ, കുറച്ചുകൂടി വെള്ളം വേണം. കുമ്പളങ്ങ കുക്കായി എണ്ണ തെളിഞ്ഞൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. തിളച്ച വെള്ളം വേണ്ട, ചെറിയ ചൂടുള്ള വെള്ളം. അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ കുറവായിരിക്കും. നമുക്കിനി കുമ്പളങ്ങ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാം. ഇനി ഇത് വീണ്ടും അടച്ച് വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരപ്പ് ചേർത്തിട്ട് അടച്ചു വെച്ചു. നന്നായിട്ട് കറി തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. കറി തിളച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉറപ്പായിട്ട് ഉപ്പ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും അടച്ചു വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങക്കറിയുടെ പരിപാടി. അപ്പോൾ ലാസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് കുറുകി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ചു വയ്ക്കാം. ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ചൂടോടുകൂടി ഉപയോഗിക്കരുത്. ഉപ്പും എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങ കറിയുടെ പരിപാടി. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ പുളിവെള്ളത്തിൽ ആദ്യമേ വേവിച്ചതുകൊണ്ട് കുമ്പളങ്ങ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. പിന്നെ ഈ ചട്ടിയിൽ തന്നെ നമ്മളിങ്ങനെ കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ചട്ടിയുടെ ചൂടിൽ തിളച്ച് അപ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടും നമുക്ക് ഊണ് കഴിക്കുന്ന സമയത്ത്. രാവിലെ കറി റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.